ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പ്രണീത മലയ. അപ്പോൾ ഈ വീഡിയോ ഏഞ്ചൽ വാവയുടെ ഹാഫ് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ വീട്ടിനടുത്തുള്ള പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പം അവിടുത്തെ സ്പീക്കർ കൊണ്ടുവന്ന് വീടിന് നേരെ വെച്ചിരിക്കുകയാണ്. നല്ല ഒച്ചയുണ്ട് സ്പീക്കറിൻ്റെ. അവർ പാട്ട് ഓഫ് ചെയ്യുമ്പം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്, പക്ഷേ പറയാൻ മാത്രം അവരിങ്ങനെ പാട്ട് ഫുൾ ടൈം ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഴയുടെ സീൻ ഉണ്ടായിരുന്നു, ക്ലിയർ ആവത്തില്ല. ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആണെങ്കിൽ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തതായിട്ടോ. ഇപ്പം പിന്നെ മഴയുണ്ട് പുറത്ത്, എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ മനസ്സിൽ കണ്ട ഒരു തീമായിരുന്നു ഇത്. ഈ ബലൂണ് പൂ പോലെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതായിരുന്നു കേട്ടോ. ആ റോസ് കളർ ചെയർ ഇട്ടിരിക്കുന്നത് അവളെ ഇരുത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ അതിനകത്ത് തീരെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവൾക്ക് ഡ്രസ്സ് ഇട്ടപ്പം തന്നെ അല്ല ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു സീക്വൻസിൻ്റെ ഡ്രസ്സാണ് നമുക്ക് ഇട്ട് കൊടുത്തത്. അപ്പം നമുക്കത് കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവിടെ ആ ഡ്രസ്സിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് ആ ചെയറിനകത്ത് ഇരുത്തിയപ്പോൾ നിറഞ്ഞിട്ടും ഇരിക്കുമായിരുന്നു. എങ്ങനെയും ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇത് കുറച്ച് നേരം മാത്രം അതിനകത്ത് ഇരിക്കുമല്ലോ. എന്നിട്ട് ഉടനെ എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ നിന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ചിരിയും കാര്യമായിരുന്നു കേട്ടോ. നല്ല കണ്ണൊക്കെ തള്ളി നോക്കി എല്ലാവരെയും നോക്കിയിട്ടൊക്കെ നന്നായിട്ടൊന്നും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നാലും ആ കൊല്ലത്ത് റിയാക്ഷൻ വീഡിയോ എന്താ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ട് ഒരുക്കിയതാണ് കേട്ടോ അവളെ. ഒരുക്കി പിന്നെ ആ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ചിരിയും ഇല്ല, കാര്യമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഫോണും എടുത്തിട്ട് അടുത്ത് നിൽക്കുമായിരുന്നു റിയാക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടി. അവൾ അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ സൈഡിൽ നിന്നൊന്ന് ചിരിപ്പിച്ചപ്പോഴാണ് ആൾ ചെറുതായിട്ടൊന്ന് ചിരിച്ച് കാണിച്ചത്. അത് ആ ഡെക്കറേഷൻ കണ്ടതിന് സന്തോഷത്തുള്ള ചിരിയൊന്നും അല്ല കേട്ടോ. അമ്മ ജസ്റ്റ് ചിരിപ്പിച്ചപ്പോൾ ഉള്ള ചിരിയായിരുന്നു കേട്ടോ. നേരത്തെ ഒരു തവണ ആ ഡെക്കറേഷൻ കണ്ടതുകൊണ്ടാണോ ഇപ്പൊ ചിരി വരാത്തത്, അതോ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഈ ഡ്രസ്സിൽ ആളത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ ചിരിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് ചിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കുറച്ചു നേരം ചിരിച്ചോണ്ട് ഇരിക്കും കേട്ടോ. ഇത് ക്യാമറ നോക്കിയതിന്റെ സന്തോഷമായിരുന്നേ. അത് ക്യാമറ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഫോണും കൊണ്ടുപോകുമ്പോൾ ക്യാമറ ഒക്കെ പിടിക്കാൻ വരാറുണ്ട്. ആ സീനാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത്. റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ വിചാരിച്ച പോലെ അത്ര ഒത്തില്ല. അവൾക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടേണ്ട നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ മുന്നേ പോയി ആ ഡ്രസ്സ് മൂരി കൊടുത്തു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് നേരം മുന്നേ ഇട്ട് കൊടുക്കുക. അത്രയും നേരം ആളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ മേടിച്ച കേക്ക് കസ്റ്റമൈസ്ഡ് ആയിരുന്നു കേട്ടോ. 6 കപ്പ് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1 kg കേക്കും കൂടെ ആയിട്ടാണ് പറഞ്ഞത്. 1 kg കേക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെക്കത്തില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞത്. ഡിസൈനും കളറൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. അവക്കിട്ട ഡ്രസ്സിനകത്ത് പിങ്കും പിന്നെ ലാവൻഡർ കളറും ആയിരുന്നു. അപ്പം ആ 2 കളറും തന്നെയാണ് ഞങ്ങൾ കേക്കിന് വേണ്ടി ചൂസ് ചെയ്തത്. പിന്നെ ഡ്രസ്സ് കുറച്ച് ലൈറ്റ് കളറായിരുന്നു. ലാവൻഡർ കളർ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിങ്ക് ഷെയ്ഡാണ് കുറച്ച് ഡ്രസ്സ് ലൈറ്റായി പോയത്. കുഴപ്പമില്ല, കാരണം എൻ്റെ ഫ്രണ്ടാണ് ചെയ്തത്. അവളുടെ അടുത്ത് ഡ്രസ്സിൻ്റെ കളർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സ് കാണിച്ചു കൊടുത്തെങ്കിലും ഞാൻ പറഞ്ഞത് കുറച്ച് ഡാർക്കനാ ക്യാമറ കണ്ടതിനേക്കാളും എന്ന് പറഞ്ഞു. നമ്മുടെ നേരി കാണുന്ന കണക്ക് വരത്തില്ലല്ലോ ഫോട്ടോ വഴിയൊക്കെ ഡ്രസ്സ് കാണുന്നതൊക്കെ. അപ്പം അതിൻ്റെതായ കുറവൊക്കെ കേക്കിനും ഉണ്ടായിരിക്കും. പക്ഷെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഹാഫ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണമെന്നും സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് തീരെ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ആഗ്രഹവും ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹമാണ് കേട്ടോ അവൾക്ക് ഹാഫ് ബർത്ത്ഡേ ആഘോഷിക്കണം. പക്ഷെ ഇങ്ങനെ ആഘോഷിക്കണമെന്നല്ലായിരുന്നു അയാൾ ആഗ്രഹം, നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്ന്. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. കാരണം എൻ്റെ അടുത്തില്ല, അയാൾ വിദേശത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി തന്നെ കേക്ക് വീട്ടിൽ എത്തി കേട്ടോ. അവിടെ തന്നെ കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അപ്പം ഈ ഏണിയായിട്ട് വെച്ചിരുന്ന സ്ട്രോ വന്ന് താഴെ വീണടപ്പുണ്ടായിരുന്നു. ആ പേരിൻ്റെ പുറത്ത് തന്നെ വീണത്. പക്ഷെ പേരിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും നിന്നില്ല. സെറ്റ് ചെയ്യാൻ നേരത്ത് സ്ട്രോയൊക്കെ വെച്ച് നേരെ ആക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പം സെറ്റ് ചെയ്യാൻ നേരത്താണ് കേട്ടോ അതൊക്കെ ഒന്ന് നേരെ വെക്കുന്നത്. പിന്നെ കപ്പ് കേക്കിനകത്താണെങ്കിലും വേറെ കേക്കിൻ്റെ ഇതൊക്കെ വേറെ അടുത്തുള്ള കേക്കിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഇല്ല, കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച കണക്കാൻ അടിപൊളിയായിട്ടെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് ഇതാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ്റെ. അതിനകത്ത് ഈ കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പകുതി വരെ ഇട്ടിട്ടങ്ങ് നിർത്തി. കാരണം ഒരുപാട് ലോങ് ആയ കാണാൻ ബോറടിച്ചാലോ എന്ന് കരുതിയിട്ടായിട്ടോ ഈ വീഡിയോനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഞാൻ ആ വീഡിയോ നിന്നൊന്ന് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത എല്ലാവരും ഒന്ന് പോയി അതും കൂടെ കണ്ടുവയ്ക്കണം. ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് സെറ്റായപ്പോഴത്തേനും ആ റൂം തന്നെ നിറഞ്ഞു കേട്ടോ. റൂമല്ല കേട്ടോ, ബെഡാണ്. ആ ബെഡും
എല്ലാം അങ്ങ് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ കാണാൻ. ഹാഫ് വെയ്റ്റ് 1ന്റെ ടോപ്പറൊക്കെ അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അത് ഞങ്ങൾ അതുകൊണ്ട് കേക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ടോപ്പറൊന്നും വേണ്ടാന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. വെറുതെ കേക്ക് മാത്രം തന്നാൽ മതി, ഒന്നും എഴുതേണ്ട, പേര് മാത്രം എഴുതാൻ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ചെയ്തത് കേക്ക്. ഏഞ്ചൽ വാവേനെ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ സൈഡിൽ ഇരുത്തിയത്. അവളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുത്താനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് കൈകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. നേരത്തെ കുറച്ച് നേരം ഇരുത്തി കുറച്ച് ഫോട്ടോസ് കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല റഷ് ഉണ്ടായിരുന്നു. ഈ ഡെക്കറേഷൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായി. അതുകൊണ്ട് എങ്ങനെയും പെട്ടെന്നൊന്ന് കേക്ക് കട്ട് ചെയ്ത് തീർത്താൽ മതി എന്നുള്ളൊരു മട്ടായിരുന്നു. അതുകൊണ്ട് വലിയ പറയാൻ മാത്രം നല്ല ഫോട്ടോസൊന്നും അങ്ങനെ കിട്ടിയില്ല. 1-2 എണ്ണമൊക്കെ നന്നായിട്ട് കിട്ടിയുള്ളൂ. പക്ഷെ അവൾ നന്നായിട്ട് പോസ് ചെയ്തായിരുന്നു കേട്ടോ ആ ടൈമിൽ. ഫോട്ടോസൊക്കെ ബ്ലറായിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. തിരി ഞങ്ങൾ കൊച്ചു തിരിയാണ് മേടിച്ചത്, ട്വിസ്റ്റഡ് ആയിട്ടുള്ള. അത് 6 എണ്ണമാണ് കേട്ടോ കേക്കിനകത്ത് കുത്തി വെച്ചത്. അത്രയും കുഞ്ഞു തിരിയായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. തിരി കത്തിച്ചപ്പോഴത്തേനും 6 എണ്ണമാണുള്ളതെന്നൊന്നും മനസ്സിലായില്ല. ആ തിരി നന്നായിട്ട് ആളിക്കത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ കണ്ടതാണ് ഡെക്കറേഷൻ്റെ ഫുൾ ലുക്ക്. ഇനിയാണ് ഈ വീഡിയോയുടെ മെയിൻ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ ഏഞ്ചലുമായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടേക്കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ? ഏഞ്ചൽ വാവ കരണ്ടി കയറി ഒറ്റ പിടുത്തം കേട്ടോ. അങ്ങനെ കേക്കല്ലേ ഏഞ്ചൽ വാവയുടെ കയ്യിലായിട്ടോ. അവൾക്ക് ഞാൻ കേക്ക് കൊടുത്തില്ല, കാരണം അവളുടെ ചോറിട്ടൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ.